അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഓഫ് ഇക്വാളിറ്റി ഓഫ് മീൻസ് ഓഫ് ടു പോപ്പുലേഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പോപ്പുലേഷനുകളുടെ മീനുകൾ തുല്യമാണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഫസ്റ്റ് പോപ്പുലേഷൻ്റെ മീനിനെ μ1 കൊണ്ടും രണ്ടാമത്തെ പോപ്പുലേഷൻ്റെ മീനിനെ μ2 കൊണ്ടും ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത് ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0 ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് H0 μ1 is equal to μ2 എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. എഗെയിൻസ്റ്റ് ആൻഡ് H1 can be H1 ഒന്നില്ലെങ്കിൽ H1 can be μ1 not equal to μ2 ആവാം, ഓർ അല്ലെങ്കിൽ H1 can be μ1 greater than μ2 ആവാം, or H1 can be μ1 less than μ2. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം നമ്മളുടെ ഓൾട്ടർനേറ്റീവ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? H0 μ1 is equal to μ2. രണ്ട് പോപ്പുലേഷനുകളുടെ മീനുകൾ തുല്യമാണ്. എഗെയിൻസ്റ്റ് ദ ഓൾട്ടർനേറ്റീവ് വിൽ ബി ഐദർ H1 μ1 നോട്ട് ഈക്വൽ ടു μ2. അതിന് നമ്മൾ ടു ടെയിൽഡ് ടെസ്റ്റുകൾ എന്ന് പറയും. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് വന്നാൽ അത് ടു ടെയിൽഡ് ആണ്. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ക്യാൻ ബി H1 μ1 ഗ്രേറ്റർ ദാൻ μ2. അതൊരു വൺ ടെയിൽഡ് ആണ്. or H1 can be μ1 less than μ2, that is also one-tailed. ഇതായിരിക്കും നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, വിൽ ഫിക്സ് ദ സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ്. ആൽഫ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഐദർ 0.05, അതായത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ 0.02, ദാറ്റ് ഈസ് 2% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആയിരിക്കാം, ഓർ 0.01, അതായത് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം നമ്മൾ ആൽഫ ഫിക്സ് ചെയ്യുന്നത്. ആൽഫ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടത് ഇതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വരിക? അതായത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി നോക്കണം, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ σ1 σ2 ഗിവൺ ആണെങ്കിൽ, അത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ക്യാൻ ബി റിട്ടൺ ആസ് Z is equal to x1 bar minus x2 bar divided by root of σ1 square by n1 plus σ2 square by n2. ഇതായിരിക്കും നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് which will follow n01, which is a standard normal റാൻഡം വേരിയബിൾ. നേരെ മറിച്ചിട്ട് നമുക്കിപ്പോൾ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് തന്നിട്ടില്ല. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് σ1 ആൻഡ് σ2 ആർ നോട്ട് ഗിവൺ. അവർ തന്നിട്ടില്ലെങ്കിൽ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിനെ നമ്മൾ Z is equal to σ1 σ2ൻ്റെ സ്ഥാനത്ത് നമ്മൾ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S1ഉം S2 കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് Z is equal to x1 bar minus x2 bar divided by root of S1 square by n1 plus S2 square by n2, where S1 square is the standard deviation, അല്ലെങ്കിൽ S1 is the standard deviation of the first population, sample taken from the first population, and S2 is the standard deviation of the sample taken from the second population. This will follow n01. അപ്പോൾ ഈ രണ്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കുകളും നോർമലാണ്. അതായത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ലാർജ് സാമ്പിൾസ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാൻഡേർഡ് നോർമൽ ആയിരിക്കും. അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നോർമൽ ടെസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇതിൻ്റെ ക്രിട്ടിക്കൽ റീജിയൻ എന്നാണ്. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയനെ അല്ലെങ്കിൽ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയനെ ഡിസൈഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ എന്താണെന്നും അതേമാതിരി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1 എന്താണെന്നാണ്. അപ്പോൾ ആൽഫ മാറുന്നതിനനുസരിച്ചിട്ടും ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മാറുന്നതിനനുസരിച്ചിട്ടും നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ മാറും. അപ്പോൾ എന്താണ് വരുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഫോർ ആൽഫ ഈസ് ഈക്വൽ ടു 0.05 അല്ലേ, 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണെങ്കിൽ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് മോഡുലസ് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96 ഫോർ H1 μ1 നോട്ട് ഈക്വൽ ടു μ2. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നോട്ട് ഈക്വൽ ടു എന്ന് വരുന്നത്, അതായത് ടു ടെയിൽഡ് ആയിട്ട് വരുന്ന ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിന് ക്രിട്ടിക്കൽ റീജിയൻ വിൽ ബി മോഡുലസ് ഓഫ് സെറ്റ്
greater than or equal to 1.96. And Z will be greater than 1.645 if the alternative hypothesis is H1 mu1 greater than mu2. അപ്പം അതേമാതിരി ഓൾട്ടർനേറ്റീവ് H1 mu1 ലെസ് ദാൻ mu2 ആണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ ഇസ് Z ലെസ് ദാൻ -1.645. അതേമാതിരി ആൽഫ ഇപ്പോൾ 0.02 ആണ് നമ്മൾ സെലക്ട് ചെയ്തത് വിചാരിക്കുക. അപ്പോൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്തായിരിക്കും? മോഡുലസ് ഓഫ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.326 ഫോർ ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1 mu1 നോട്ട് ഈക്വൽ ടു mu2. ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമുക്ക് mu1 ഗ്രേറ്റർ ദാൻ mu2 ആണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ വിൽ ബി Z ഗ്രേറ്റർ ദാൻ 2.055. ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1 ഇസ് mu1 ലെസ് ദാൻ mu2 ആണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ ഇസ് Z ലെസ് ദാൻ -2.055. അതേപോലെ ആൽഫ ഇപ്പം 0.001 ആണ് നമ്മൾ എടുത്തതെങ്കിൽ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ വിൽ ബി ഫോർ ഓൾട്ടർനേറ്റീവ് H1 mu1 നോട്ട് ഈക്വൽ ടു mu2ന് മോഡുലസ് ഓഫ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.58. ഇതായിരിക്കും നമ്മളുടെ ക്രിട്ടിക്കൽ റീജിയൻ. ഇനി ഓൾട്ടർനേറ്റീവ് ഇപ്പം H1 mu1 ഗ്രേറ്റർ ദാൻ mu2 ആണെങ്കിൽ Z വിൽ ബി ഗ്രേറ്റർ ദാൻ 2.326 അല്ലേ. ഇഫ് H1 mu1 ഇസ് ലെസ് ദാൻ mu2 ആണെങ്കിൽ ക്രിട്ടിക്കൽ റീജിയൻ Z ഇസ് ലെസ് ദാൻ -2.326. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ എഴുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ ദി ആവറേജ് rainfall and in millimeters over 40 consecutive days in a moderate rainy season. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. 40 ദിവസത്തെ വാല്യൂസ് തന്നിട്ടുണ്ട്. യൂസ് 1 sample sign test to test whether the median rainfall is 40 millimeters against it is less than 40 at 5% level of significance. അപ്പോൾ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് 1 sample sign test ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈൻ ടെസ്റ്റിൽ നമ്മൾ ആദ്യം നമ്മളതിൻ്റെ നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എഴുതാം. അപ്പോൾ ഹിയർ വി ഹാവ് ടു ടെസ്റ്റ് H0 mu എന്ന് പറഞ്ഞാൽ മീഡിയൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് മീഡിയൻ ഇസ് ഈക്വൽ ടു 40 എഗെയിൻസ്റ്റ് H1 mu ലെസ് ദാൻ 40. ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളുടെ നള്ളും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും. ഇതിനെ നമ്മൾ ഒന്ന് മാറ്റി എഴുതാൻ പോവുകയാണ്. അതായത് mu ഇസ് ഈക്വൽ ടു 40, മീഡിയൻ ഇസ് ഈക്വൽ ടു 40 എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ നോക്കാൻ പോകുന്നത് പ്രപ്പോർഷൻ ഓഫ് ഒബ്സർവേഷൻസ് അല്ലേ ഇൻ ദ പോപ്പുലേഷൻ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 40. അപ്പോൾ ഞാൻ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ്റെ ബേസിസിലാണ് ഞാൻ നമ്മളെ നള്ളിനെയും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെയും മാറ്റി എഴുതുന്നത്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി മീൻസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഒബ്സർവേഷൻസ് വിച്ച് ആർ ഗ്രേറ്റർ ദാൻ mu നോട്ട്. അതായത് 40. ഇവിടെ mu നോട്ട് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ mu നോട്ട്. ഹിയർ mu നോട്ട് ഇസ് ഈക്വൽ ടു 40. ഇവിടെ 40 ആണ്. അപ്പോൾ ഞാൻ പി ആണ് എടുക്കുന്നത്. അപ്പോൾ പിയുടെ ബേസിസിലാണ് ഓൾട്ടർനേറ്റീവും നള്ളും എഴുതുന്നതെങ്കിൽ H0 വിൽ ബി P is equal to 1/2 against H1 will be P less than 1/2. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മളുടെ നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കാൻ പോകുന്നത് അല്ലേ. ഇനി നമ്മൾ ആൽഫ ഫിക്സ് ചെയ്യണം. ഫിക്സ് ആൽഫ ഇസ് ഈക്വൽ ടു 5% അല്ലെങ്കിൽ 0.05 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൽഫേനെ ഫിക്സ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് പറയാൻ പോകുന്നത്. ഹിയർ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് Z is equal to P dash minus P, that is P naught divided by root of P naught Q naught divided by N. ഇതാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ദിസ് വിൽ ഫോളോ എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ പി ഡാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പി ഡാഷ് എന്ന് പറയുന്നത് പ്രപ്പോർഷൻ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ദ സാമ്പിൾ വിച്ച് ആർ ഗ്രേറ്റർ ദാൻ 40. 40നെക്കാട്ടും കൂടുതലുള്ള ഒബ്സർവേഷൻസിൻ്റെ എണ്ണമാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഡാറ്റ വാല്യൂസ് എല്ലാം എഴുതി അതിൽ നമ്മൾ കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. പീനെക്കാട്ടും 40നെക്കാട്ടും കൂടുതലായിട്ട് എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അതിനെ ഞാൻ പ്ലസ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് 40നെക്കാട്ടും കുറവായിട്ട് എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അതിനെ നമ്മൾ മൈനസ് കൊണ്ട് ഡിനോട്ട് ചെയ്യണം. അപ്പം ഞാൻ ആദ്യം പീനെക്കാട്ടും
അല്ലെങ്കിൽ 14നെക്കാട്ടും ചെറുതായിട്ടുള്ള ഒബ്സർവേഷൻസ് ആദ്യം നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ 12, അപ്പോൾ ഇവിടെ മൈനസ് സൈൻ, 15 മൈനസ് 18 മൈനസ് 20 മൈനസ് 26 മൈനസ് 24 മൈനസ് 28 മൈനസ് 32 മൈനസ് 38 മൈനസ് അല്ലേ. അഗെയിൻ 48 ആണ് വന്നിരിക്കുന്നത്. 48 നമുക്ക് എന്ത് കൊടുക്കാം? പ്ലസ് സൈൻ കൊടുക്കാം, ഗ്രേറ്റർ ദാൻ 40. അഗെയിൻ 30 വന്നിരിക്കുന്നു, മൈനസ് 28 മൈനസ് 20 മൈനസ് 36 മൈനസ് 38 മൈനസ് 40 വന്നതിന് നമുക്ക് ഡിസ്കാർഡ് ചെയ്യും. ദെൻ അഗെയിൻ 46 ആണ് വന്നിരിക്കുന്നത്, ദറ്റ് ഈസ് പ്ലസ് അല്ലേ. 50 വന്നിട്ടുണ്ട്, പ്ലസ് 42 വന്നിട്ടുണ്ട്, പ്ലസ് 40 നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നു. ദെൻ വി ഹാവ് 30 മൈനസ് മൈനസ്, ഇവിടെ മൈനസ് 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 മൈനസ്. അഗെയിൻ വി ഹാവ് 44, ഒരു പ്ലസ് സൈന്. 40നെ ഡിസ്കാർഡ് ചെയ്തു. 52 പ്ലസ് 48 പ്ലസ് വന്നിട്ടുണ്ട്. ദെൻ 38 മൈനസ് 40നെ ഡിസ്കാർഡ് ചെയ്യാം. ദെൻ 28 മൈനസ് 38 മൈനസ് 42 is plus 48 plus 38 മൈനസ് 32 മൈനസ് 30 മൈനസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൽ നമ്മൾ പി ഡാഷ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുന്നത് നമ്പർ ഓഫ് സൈൻസ് ഗ്രേറ്റർ ദാൻ 40 ആദ്യം നോക്കും. അപ്പോൾ നമ്മൾ ഇതിൽ പ്ലസ് സൈനുകളെയാണ് കൗണ്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ പ്ലസ് സൈനുകൾ എത്രയാണ് വരുന്നത് നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻസ് ആണ്, പ്ലസ് സൈൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പം ആകെ ഇവിടെയുള്ള 40 ഒബ്സർവേഷൻസിൽ നമ്മൾ 4 പേര് 40ക്ക് ഈക്വലാണ്, അവരെ നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ളത് 36 ഒബ്സർവേഷൻസ് ആണുള്ളത്. ആ 36 എണ്ണത്തിൽ എത്ര എണ്ണം ആണ് പ്ലസ് സൈൻ? ഇപ്പോൾ 1 2 3 4 5 6 7 8 9 നമ്പർ ഓഫ് പ്ലസ് സൈൻസ് 9 ആണ്. അപ്പോൾ പി ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് പ്രപ്പോർഷൻ ഓഫ് ഒബ്സർവേഷൻസ് ഗ്രേറ്റർ ദാൻ 40 അല്ലെങ്കിൽ പ്രപ്പോർഷൻ ഓഫ് പ്ലസ് സൈൻസ് എന്ന് പറയും അല്ലേ. അപ്പോൾ പ്രപ്പോർഷൻ ഓഫ് പ്ലസ് സൈൻസ് എത്രയാണ്? 9 ഡിവൈഡഡ് ബൈ 9 പ്ലസ് സൈൻസ് ഉണ്ട് ഔട്ട് ഓഫ് 36 വാല്യൂസ്. അപ്പം 9/36 എന്ന് പറയുന്നതാണ് നമ്മൾ പി ഡാഷ്. അപ്പം 9/36 ഇസ് 1/4 അല്ലേ. 9/36 ഇസ് 1/4 വിച്ച് ഇസ് 0.25. അപ്പോൾ ഇതാണ് നമ്മളെ പി ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ പി ഡാഷ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഴുതാം. സെഡ് ഇസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ പി ഡാഷ് മൈനസ് പി നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി നോട്ട് ക്യൂ നോട്ട് ഡിവൈഡഡ് ബൈ എൻ. ഇതിൽ ഞാൻ പറഞ്ഞത് പി ഡാഷ് ഇസ് ഈക്വൽ ടു 0.25 എന്ന് കിട്ടി. പി നോട്ട് അതായത് നമ്മൾ പി നോട്ട് ഹാഫ് എന്ന് പറഞ്ഞത് ദറ്റ് ഇസ് 0.5. ക്യൂ നോട്ട് ഇസ് 1 മൈനസ് പി നോട്ട്, 1 മൈനസ് പി നോട്ട് വിച്ച് ഇസ് എഗെയിൻ 0.5 ആൻഡ് വി ഹാവ് എൻ. എൻ ഇസ് ഈക്വൽ ടു നമ്മൾ കമ്പയർ ചെയ്തത് 36 ഒബ്സർവേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എൻ ഇസ് ഈക്വൽ ടു 36. അപ്പോൾ ഇത് നമ്മളിവിടെ കൊടുക്കുകയാണ്. ദിസ് ഇസ് ഈക്വൽ ടു പി ഡാഷ് ദറ്റ് ഇസ് 0.25 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 0.5 ഇൻറ്റു 0.5 ഡിവൈഡഡ് ബൈ 36 എന്ന് വരുന്നു. ആൻഡ് ദ വാല്യൂ ഇസ് ഈക്വൽ ടു -3. സെഡിൻ്റെ വാല്യൂ നമുക്ക് -3 എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് എഴുതേണ്ടത് അതിൻ്റെ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ആണ്. അപ്പോൾ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് ഗിവൺ ബൈ, ഇവിടെ നമ്മൾ ഓൾട്ടർനേറ്റീവ് നമ്മൾ എടുത്തിരിക്കുന്നത് പി ലെസ് ദാൻ 0.5 എന്നുള്ളതാണ്. Therefore the best critical region is Z less than -1.645 for 5% level of significance. അപ്പോൾ നമ്മൾ സെഡ് നോക്കി. ഹിയർ വാട്ട് ഈസ് സെഡ്? ഹിയർ സെഡ് ഇസ് ഈക്വൽ ടു -3 വിച്ച് ഈസ് ലെസ് ദാൻ -1.645 എന്ന് നമുക്ക് പറയും അല്ലേ. അതായത് നമ്മൾ കിട്ടിയിരിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മളെ ക്രിട്ടിക്കൽ റീജിയനിലാണ് കിടക്കുന്നത്. സോ വി ക്യാൻ റിജക്റ്റ് എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായിരുന്നു നമ്മൾ എച്ച് നോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്? എച്ച് നോട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പി ഇസ് ഈക്വൽ ടു ഹാഫ് എന്നോ അല്ലെങ്കിൽ മീൻ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ മീഡിയൻ ഇസ് ഈക്വൽ ടു 40 എന്നുള്ളതാണ് നമ്മളെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓൾട്ടർനേറ്റീവ് പറഞ്ഞിരിക്കുന്ന കാര്യം മ്യൂ ഇസ് ലെസ് ദാൻ 40, ദാറ്റ് ഈസ് മീഡിയൻ റെയിൻഫോൾ ഇസ് ലെസ് ദാൻ 40 millimeters. ആ കാര്യമാണ് നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എക്സ് ബാർ കൺട്രോൾ ചാർട്ട് ആൻഡ് ദ കൺട്രോൾ ലിമിറ്റ്സ് ഫോർ എക്സ് ബാർ വെൻ പ്രോസസ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ നോ.
X bar chart or mean chart are control charts for variables which can be applied to any quality characteristic that is measurable like height, weight, length, etc. അപ്പോൾ നമുക്കറിയാം നമ്മളെ കൺട്രോൾ ചാർട്ടുകൾ രണ്ടെണ്ണം ഉണ്ട്. കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസും ഉണ്ട്, കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്സും ഉണ്ട്. അപ്പോൾ കൺട്രോൾ ചാർട്ട് ഫോർ വേരിയബിൾസിൽ വരുന്ന ഒരു ചാർട്ടാണ് നമ്മൾ എക്സ് ബാർ ചാർട്ട്, ഓർ ഇറ്റ്സ് ഓൾസോ കോൾഡ് മീൻ ചാർട്ട് അല്ലേ. അപ്പോൾ അത് ഇങ്ങനത്തെ ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാവുന്ന ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഹൈറ്റ്, വെയ്റ്റ്, എക്സെട്ര അതിനെക്കുറിച്ച് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ് ബാർ കൺട്രോൾ ചാർട്ട് ഉപയോഗിക്കുന്നത്. It is employed to monitor the changes in the average of the quality characteristic. For constructing a mean chart, we draw multiple samples, say m samples of size n from the output of the processes and compute their means x1 bar, x2 bar, etc. xm bar. For a x bar chart or mean chart, when the process mean is given as mu dash and standard deviation is given as sigma dash, central line CL is equal to mu dash. Lower control limit LCL is equal to mu dash minus A into sigma dash. Upper control limit UCL is equal to mu dash plus A into sigma dash, where A is equal to sigma by root. അപ്പോൾ ഈ പറഞ്ഞ കേസിൽ നമ്മൾ എക്സ് ബാർ ചാർട്ട് വരയ്ക്കാൻ പോകുന്ന തന്നിരിക്കുന്ന കണ്ടീഷൻസ്, പ്രോസസ് മീൻ തന്നിട്ടുണ്ട്, അതിൻ്റെ മ്യൂ ഡാഷ് എന്ന് പറഞ്ഞ വാല്യൂ തന്നിട്ടുണ്ട്, ആൻഡ് പ്രോസസ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഓൾസോ ഗിവൺ ആസ് സിഗ്മ ഡാഷ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രൽ ലൈൻ ഫിക്സ് ചെയ്യണം. കൺട്രോൾ ചാർട്ടിൽ സെൻട്രൽ ലൈന് മ്യൂ ഡാഷ് എന്നും, എൽ സി എൽ മ്യൂ ഡാഷ് മൈനസ് എ സിഗ്മ ഡാഷ് എന്നും, യു സി എൽ മ്യൂ ഡാഷ് പ്ലസ് എ സിഗ്മ ഡാഷ് എന്നും എടുക്കുന്നു, വേർ എ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ റൂട്ട്. To construct a mean chart, we take sample numbers along the x-axis and sample means along the y-axis. അല്ലേ, അപ്പോൾ ഒരു കൺട്രോൾ ചാർട്ട് വരയ്ക്കണമെങ്കിൽ എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് എന്താണ്, സാമ്പിൾ നമ്പേഴ്സാണ്. ഇപ്പോൾ എം സാമ്പിൾസ് ആണെങ്കിൽ 1 to m ആണ് നമ്മൾ എക്സ് ആക്സിസിൽ എഴുതുന്നത്, ആൻഡ് വൈ ആക്സിസിൽ നമ്മൾ സാമ്പിൾ മീനുകൾ നമ്മൾ അവരെയാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. Horizontal lines corresponding to CL, LCL and UCL are drawn on the graph. Then sample means are plotted against the corresponding sample numbers. The process is said to be under statistical control if all the plotted points lies between the control limits LCL and UCL. If any of the plotted points lies outside the control limits, then the process is said to be out of control. അപ്പോൾ നമ്മൾ ഒരു കൺട്രോൾ ചാർട്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് 2 ലൈനുകൾ വരയ്ക്കണം അല്ലേ. എക്സ് ആക്സിസിലും വൈ ആക്സിസും നമ്മൾ വരച്ചിരിക്കും. ആ എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ആരെയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്, സാമ്പിൾ നമ്പേഴ്സിനെയാണ്. സാമ്പിളിൻ്റെ നമ്പേഴ്സിനെ നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതുമാതിരി വൈ ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് സാമ്പിൾ മീൻസിനെയാണ്. x1 ബാർ, x2 ബാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ സാമ്പിളുകളുടെയും മീനുകളെയാണ് നമ്മൾ വൈ ആക്സിസിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ 3 ലൈനുകളാണ് വരയ്ക്കാൻ പോകുന്നത്. ഒന്ന് സെൻട്രൽ ലൈൻ CL നമ്മൾ വരയ്ക്കും, വിച്ച് ഇസ് മ്യൂ ഡാഷ് ഇറ്റ് സെൽഫ്. പിന്നെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് LCL, ലോവർ കൺട്രോൾ ലിമിറ്റ്, ദറ്റ് ഈസ് മ്യൂ ഡാഷ് മൈനസ് എ സിഗ്മ ഡാഷ്. പിന്നെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് UCL ആണ്, ദറ്റ് ഈസ് മ്യൂ ഡാഷ് പ്ലസ് എ ഇൻറ്റു സിഗ്മ ഡാഷ്. അങ്ങനെ 3 ലൈനുകളാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. ദിസ് ഇസ് ദ സെൻട്രൽ ലൈൻ, ദിസ് ഇസ് CL അല്ലേ. പിന്നെ അടുത്തുള്ളത് UCL ആണ്. UCL is upper control limit. Then we have the lower control limit LCL. ഈ 3 ലൈനുകൾ വരയ്ക്കും. ഇതിന് ശേഷം നമ്മളിവിടുത്തെ പോയിന്റുകളെ പ്ലോട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ പോയിന്റുകളെ പ്ലോട്ട് ചെയ്യുക, അതായത് ഓരോ സാമ്പിൾ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീനുകളെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ സാമ്പിൾ മീനുകളും ഈ 2 ലൈനുകളുടെ ഇടയിലാണ് കിടക്കുന്നത്. അതായത് നമ്മൾ LCLൻ്റെയും UCLൻ്റെ ഇടയിലാണ് എല്ലാ പോയിന്റുകളും കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ പ്രോസസ് ഇസ് അണ്ടർ കൺട്രോൾ. എന്നാൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ഈ ലൈനുകളുടെ ഈ LCLൻ്റെയോ UCLൻ്റെയോ പുറത്താണ് കിടക്കുന്നതെങ്കിൽ ദ പ്രോസസ് വിൽ ബി ഔട്ട് ഓഫ് കൺട്രോൾ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പി ചാർട്ട്. ഇപ്പോൾ പി ചാർട്ട് എന്ന് പറയുന്നതും ഒരു കൺട്രോൾ ചാർട്ടാണ്. ഇറ്റ്സ് എ കൺട്രോൾ ചാർട്ട് ഫോർ ആട്രിബ്യൂട്ട്. ഫോർ കൺസ്ട്രക്റ്റിംഗ് എ പി ചാർട്ട് വി ഡ്രോ multiple samples, say m samples of size n
from the output of the process and note the number of defectives in each sample, say D1, D2, etc. dm. ഇപ്പോൾ പി ചാർട്ട് എന്ന് പറയുന്നതിന് നമ്മൾ എന്തും കൂടി പറയുന്നു, പി ചാർട്ട് ഈസ് ഓൾസോ കോൾഡ് കൺട്രോൾ ചാർട്ട് ഫോർ ഡിഫക്റ്റീവ്സ് എന്ന് പറയുന്നു അല്ലേ, ഡിഫക്റ്റീവ്സ് ഓർ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സ് എന്ന് പറയും. കൺട്രോൾ ചാർട്ട് ഫോർ ഫ്രാക്ഷൻ ഡിഫക്റ്റീവ്സ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ സാമ്പിളുകളാണ് ഡ്രോ ചെയ്യുന്നത്. ആൻഡ് ഓരോ സാമ്പിളുകളിലും ഉള്ള ഡിഫക്റ്റീവുകളുടെ എണ്ണം നമ്മൾ ആദ്യം എടുക്കുന്നു, D1, D2, etc. dm. Now the average of the number of defectives np bar is equal to D1 plus D2 etc. plus dm divided by m. അപ്പോൾ അവരുടെ ആവറേജ് കണ്ടു. ആൻഡ് വാട്ട് ഇസ് പി ബാർ? പി ബാർ ഇസ് ഈക്വൽ ടു ദെൻ എൻ പി ബാർ ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ ഫോർ എ പി ചാർട്ട്, ഒരു കൺട്രോൾ ചാർട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് സി എൽ വേണം, സെൻട്രൽ ലൈൻ വേണം, ലോവർ കൺട്രോൾ ലിമിറ്റ് വേണം ആൻഡ് അപ്പർ കൺട്രോൾ ലിമിറ്റ് വേണം. ഫോർ എ പി ചാർട്ട് സി എൽ ഇസ് ഈക്വൽ ടു പി ബാർ. പി ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സിൻ്റെ എൻ പി ബാർ ഡിവൈഡഡ് ബൈ എൻ ആണ്, പി ബാർ ആണ്. എൽ സി എൽ ഇസ് ഈക്വൽ ടു പി ബാർ മൈനസ് 3 times root of p bar q bar by n, and UCL is equal to np bar plus 3 into root of p bar q bar divided by n. A P chart is constructed by taking sample numbers along the x-axis and fraction of defectives along the y-axis. Horizontal lines corresponding to CL, LCL and UCL are drawn on the graph. Then the fraction defectives are plotted along the corresponding sample numbers. The process is said to be under statistical control if all the plotted points lies between the control limits LCL and UCL. If any of the plotted points lies outside the control limits, then the process is said to be out of control.